നമുക്ക് ബ്ലെൻഡറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒറിജിൻ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യേണ്ട കേസസ് വരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഈ കാറിൻ്റെ ഡോർ പ്രോപ്പറായിട്ട് തുറക്കണമെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ ഈ ഒരു ഡോറിൻ്റെ ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇസഡ് ആക്സസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ആദ്യം ഞാനാണെങ്കിൽ ഈ ഡോർ എച്ച് പ്രസ് ചെയ്ത് ഹൈഡ് ചെയ്തിട്ട് ഈ ഒരു ഡോർ തുറക്കാനും അടയ്ക്കാനും കാരണമാവുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് എഡിറ്റ് മോഡിൽ പോയിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള വെർട്ടെക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആക്സിന് ചുറ്റുമായിരിക്കും നമുക്ക് ആ ഒരു ഡോറ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്തിട്ട് ഇവിടെ കേഴ്സർ ടു സെലക്റ്റഡ് കൊടുക്കുന്നു. ആ സമയത്ത് നമ്മുടെ കേഴ്സർ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു വെർട്ടെക്സിൽ വരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഒറിജിൻ നമുക്ക് ഈ ഒരു കേഴ്സർ ഇരിക്കുന്നിടത്തോട്ട് മാറ്റാൻ പറ്റും. അപ്പം അതിനായിട്ട് ഞാനാണെങ്കിൽ ഈ ഡോർ അൺഹൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഡോർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ സെറ്റ് ഒറിജിൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒറിജിൻ ടു 3D കേഴ്സർ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡോർ എന്ന ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഒറിജിൻ ആ ഒരു 3D കേഴ്സർ ഇരിക്കുന്നിടത്ത് വരും. ഇനി നമ്മൾ ഇസഡ് ആക്സസിൽ ഈ ഒരു ഡോറിന് റൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് ഓപ്പൺ ആവുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് കസ്റ്റമായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒറിജിൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.